അപ്പോൾ ഇവിടുത്തെ ഡിസൈൻ ഒന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ തമ്പിൻ്റെ അതായത് നമ്മുടെ ആക്റ്റീവ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളറാണ്. എന്നാൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു നമ്മളിപ്പോൾ ഈ ബോട്ടം ആ ഒരു കണ്ടെയ്നറിൽ കൊടുത്തിട്ടുള്ള അതേ കളറാണ് അല്ലേ. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ തമ്പിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അല്ലേ. എന്നാൽ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള അതേ തമ്പിന്റെ സൈസ് നമുക്ക് ആക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു കോഡിലോട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസിൽ തമ്പിന്റെ സൈസ് മാറ്റാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. മിനിമം മാക്സിമം ഓക്കെ. അപ്പൊ ആക്ച്വലി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തമ്പിന്റെ സൈസ് മാറ്റാനായിട്ട് ഒരു പ്രോപ്പർട്ടിയും ഇവിടെ ആക്ച്വലി കൊടുത്തിട്ടില്ല. ഒരു പ്രോപ്പർട്ടീസിൽ അങ്ങനെ ഒരു കാര്യമേ കൊടുത്തിട്ടില്ല. പക്ഷെ ഇതിനകത്ത് സ്ലൈഡർ തീം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. സ്ലൈഡർ തീം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. സ്ലൈഡർ തീം ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്ലൈഡർ തീം യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ആ ഒരു തമ്പിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഈ സ്ലൈഡറിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ നോർമലി നമ്മൾ ആക്ച്വലി ഇവിടെ നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു മെയിൻ ഡോട്ട് ആർട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ തീം ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഡ്ജറ്റിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോപ്പി വിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഉള്ള ഡാറ്റയിൽ മാറ്റാണ്ട് തന്നെ അതിലെ വേറെ പ്രോപ്പർട്ടീസ് ഒന്നും മാറ്റാണ്ട് ഒരു പ്രോപ്പർട്ടി മാത്രമായിട്ട് മാറ്റുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാര്യം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പം വേറൊരു മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വിഡ്ജറ്റിനെ നമുക്ക് തീം ഡാറ്റ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് അതിലെ പ്രോപ്പർട്ടീസും നമുക്ക് അതായത് നമ്മുടെ ആ ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു ബട്ടണെ മാത്രമായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ തീം കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സ്ലൈഡർ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ലൈഡറിനെ നമുക്കൊരു വിഡ്ജറ്റിന് മുന്നിൽ റാപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ ഇപ്പൊ കണ്ടിട്ടുള്ള ആ ഒരു തീം ഡാറ്റ നമ്മുടെ സ്ലൈഡർ തീം ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിഡ്ജറ്റിൽ ആ ഒരു സ്ലൈഡർ തീം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിഡ്ജറ്റിനെ നമുക്ക് റാപ്പ് ചെയ്യാം. അപ്പോൾ സ്ലൈഡർ തീമിന്റെ ഉള്ളിലായിട്ട് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ഒരു കാര്യം കൊടുക്കാനായിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റ റിക്വയർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ഇതിനകത്ത് ഡാറ്റ എന്ന് കൊടുക്കാം. ഇപ്പൊ സ്ലൈഡർ തീം ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാടധികം പ്രോപ്പർട്ടീസ് നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. ഓക്കെ, ആക്റ്റീവ് ട്രാക്ക് കളർ, ഇനാക്റ്റീവ് ട്രാക്ക് കളർ, സെക്കൻഡറി ആക്റ്റീവ് കളർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടധികം കാര്യങ്ങൾ, തമ്പ് ഷേപ്പ് എന്നുള്ള ഒരുപാടധികം പ്രോപ്പർട്ടീസ് നമുക്ക് ഇതിനകത്ത് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ഒരു സ്ലൈഡർ തീം ഡാറ്റ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ആക്ച്വലി ചേഞ്ച് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തമ്പിന്റെ ഷേപ്പ് ഒന്ന് മാറ്റണം അല്ലെ. തമ്പിന്റെ ആ ഒരു ഷേപ്പിന്റെ സൈസ് നമുക്ക് മാറ്റാനായിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് നമുക്ക് തമ്പ് ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് എടുക്കാം. അതിനുശേഷം നമുക്ക് റൗണ്ട് സ്ലൈഡർ തമ്പ് ഷേപ്പ് എന്ന് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു റേഡിയസ് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എനേബിൾ തമ്പ് റേഡിയസ് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ആക്ച്വലി നമ്മൾ ഒരു വാല്യൂ ഇപ്പോൾ ഒരു 15 സൈസ് നമ്മൾ കൊടുക്കുവാണ്. ഒരു 15 സൈസ് നമ്മളൊന്ന് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന്റെ സൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടിയിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഏകദേശം ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ഡിസൈനിലോട്ട് എത്താനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് അല്ലെ. 15 കൊടുത്തപ്പോൾ ഏകദേശം ഒന്ന് വലുതായിട്ടുണ്ട്. അത്രയും മതി, കൂടുതൽ നമുക്ക് വേണമെന്നില്ല. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ല, ഇപ്പൊ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള അതേ ഒരു സൈസിലോട്ട് എല്ലാ കാര്യങ്ങളും എത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ ആ ഒരു ഓവർലേയുടെ കളറും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓവർലേയുടെ കളർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഓവർലേ കളർ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതെനിക്ക് തോന്നുന്നില്ല ഇപ്പൊ കളർ മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന്. ബിക്കോസ് ഇതിപ്പം ഓക്കെ ആണ്. ഇനിയിപ്പോ ഓവർലേയുടെ ഷേപ്പ് നിങ്ങൾക്ക് മാറ്റണം. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഓവർലേ ഷേപ്പ് എന്നത് കൊടുക്കാം. അതിനുശേഷം ഇപ്പൊ നമ്മൾ കൊടുത്ത പോലെ റൗണ്ട് സ്ലൈഡർ ഓവർലേ ഷേപ്പ് എന്ന് കൊടുക്കുക. അതിനുശേഷം എനേബിൾ തമ്പ് റേഡിയസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് എനേബിൾ തമ്പ് റേഡിയസ് അല്ല, ഓവർലേ റേഡിയസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു സൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു 30 എന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈസ് കസ്റ്റമൈസ് ആവുന്നതാണ്. കണ്ടില്ലേ, ഒരു തമ്പിന്റെ ഷേപ്പ് കുറച്ച് ആ ഒരു ഓവർലേ സൈസ് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ആക്ച്വലി അതിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഓൾറെഡി അത്യാവശ്യം നല്ല സൈസിൽ തന്നെയാണ് ഇത് ഉള്ളത്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഓവർലേയുടെ സംഭവം കൊടുക്കുന്നില്ല. ഓവർലേ കളർ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിൽ ഞാൻ അഡ്ജസ്റ്റ്മെന്റ്സോ കാര്യങ്ങളോ വരുത്തുന്നില്ല. ഇപ്പൊ ഇതിലുള്ളത് പോലെ തന്നെ കൊടുക്കാം. വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഓവർലേ ഷേപ്പ് ഒന്ന് മാറ്റാം അല്ലെ. എന്തെങ്കിലും അതിലും കൂടി ഒന്ന് ചെയ്തിട്ട് മാറ്റാം.
റൗണ്ട് സ്ലൈഡർ ഓവർലേ ഷേപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനകത്ത് ഓവർലേ റേഡിയസ് നമ്മളൊരു 25 നമുക്ക് കൊടുക്കാം. മേ ബി അത് ഓക്കെ ആയിരിക്കും, ആ ഒരു സൈസ് പെർഫെക്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, അതല്ലേ ഇതിപ്പോൾ ഏകദേശം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇതേപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാ വിഡ്ജറ്റുകളും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു വിഡ്ജറ്റ് എടുക്കുവാണെന്നുണ്ടെങ്കിലും അതിനകത്ത് തീം ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു സാധനത്തെ നമ്മൾ നമ്മുടെ ഏത് വിഡ്ജറ്റിനാണോ റാപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഇതേപോലെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്താണെങ്കിലും ആ ഒരു സൈസും കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത കാര്യം നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ആ ഒരു ഈ ഒരു കാര്യമാണ്. ഈ ഒരു 2 കണ്ടെയ്നേഴ്സിലെ ഡീറ്റെയിൽസും കൂടി നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഒരു ടെക്സ്റ്റും കാര്യങ്ങളും കൊടുക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത് ഈ പറഞ്ഞ ഈ ഒരു ഡിസൈനിലെ ഈ 2 കണ്ടെയ്നേഴ്സും കൂടിയാണ്. അപ്പം ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ചെയ്ത പോലെ തന്നെ ഒരു കോളത്തിന്റെ ഉള്ളിലാണ് ആക്ച്വലി നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡിസൈനിങ്ങിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു നമ്മുടെ രണ്ടാമത്തെ ആ ഒരു കണ്ടെയ്നറിലോട്ട് നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഈ ഒരു 2 എക്സ്പാൻഡഡ് വിഡ്ജറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ ചേഞ്ചസും കാര്യങ്ങളും വരുത്തേണ്ടത്. ഈ റീയൂസബിൾ കാർഡിന്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ഒരു കാർഡ് ചൈൽഡ് ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അത് മാറ്റി നമുക്കൊരു കോളം ആക്കാം, ഒരു കോളം ക്രിയേറ്റ് ചെയ്യാം. സോ കോളത്തിന്റെ ഉള്ളിൽ നമ്മൾ ആക്ച്വലി കൊടുക്കാൻ പോകുന്നത് ചിൽഡ്രൻ ആണ്. ഓക്കെ, ചിൽഡ്രന്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് ആണ് അല്ലെ, 2 ടെക്സ്റ്റ് വിഡ്ജറ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് ഡാറ്റയിൽ നമുക്ക് ഇതിനകത്ത് ഹൈറ്റ് ഓക്കെ വെയിറ്റ് ആണ്. സോ നമുക്ക് വെയിറ്റ് എന്ന് അവിടെ പേര് കൊടുക്കാം. നമുക്ക് വെയിറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, വെയിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഓൾസോ ഇതിനൊരു ടെക്സ്റ്റ് സ്റ്റൈൽ പ്രോപ്പർട്ടി കൊടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് സ്റ്റൈൽ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ നമ്മുടെ ലേബൽ സ്റ്റൈൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റും കൂടി ക്രിയേറ്റ് ചെയ്യാം. രണ്ടാമത്തെ ടെക്സ്റ്റ് വിഡ്ജറ്റ് ആയിട്ട് നമുക്ക് ആക്ച്വലി ആ ഒരു ഈ ഒരു വെയിറ്റ് കാണിക്കാനായിട്ടുള്ള അതാണ്. അപ്പം അതിന് നമ്മളൊരു സ്ട്രിങ് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മളൊരു വേരിയബിളിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. നമ്മൾ ആ ഹൈറ്റിന് വേരിയബിൾ കൊടുത്ത പോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു പുതിയ വേരിയബിളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിന് ഞാൻ വെയിറ്റ് എന്ന് പറഞ്ഞ നെയിം കൊടുക്കുന്നു. ഒരു ഇനീഷ്യൽ വെയിറ്റ് ആയിട്ട് ഞാൻ ഒരു 45 വെയിറ്റ് ഇവിടെ കൊടുക്കുവാണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ഡാറ്റയുടെ ഉള്ളിൽ ഞാൻ വെയിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഇതൊരു ഇൻഡിജർ ഡാറ്റ ടൈപ്പ് ആണ് വെയിറ്റിൽ നമ്മൾ അസൈൻ ചെയ്തത്. അപ്പോൾ അതിനെ നമുക്കൊരു ടെക്സ്റ്റ് വിഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടു സ്ട്രിങ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ മുകളിൽ കൊടുത്ത പോലെ തന്നെ ടു സ്ട്രിങ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. ഓൾസോ ഇതിന് നമ്മൾ സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ കെ നമ്പർ സ്റ്റൈൽ എന്ന് പറഞ്ഞ സ്റ്റൈൽ പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്താണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഒരു 2 ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഹോട്ട് റീലോഡ് ചെയ്യാം. ഇനി ആക്ച്വലി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇതൊന്ന് സെൻറ്ററിലോട്ടാക്കാം. നമ്മുടെ കോളത്തിന്റെ മെയിൻ ആക്സിസ് അലൈൻമെന്റ് നമുക്കൊന്ന് സെൻറ്ററിലോട്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കോളത്തിലെ മെയിൻ ആക്സിസ് അലൈൻമെന്റ് സെൻറ്ററിലോട്ട് ആകുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ആക്ച്വലി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഈ ഒരു 2 ബട്ടൺസ് ആണല്ലേ. ആ ഒരു 2 ബട്ടൺസിനെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി നമ്മൾ ബട്ടൺസ് ഇതിപ്പം ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം, ഈ ഒരു കാര്യം വർക്ക് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ അടുത്ത ആ ഒരു കോളത്തിന്റെ ചൈൽഡ് ആയിട്ട് ഇത് ആക്ച്വലി ഒരു റോയിലാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്കൊരു റോ ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ കോളത്തിന്റെ ഉള്ളിൽ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യം ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു റോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. റോയുടെ ഉള്ളിൽ നമ്മൾ ആക്ച്വലി ചിൽഡ്രൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ചിൽഡ്രൻ ആയിട്ട് നമ്മൾ 2 ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിനകത്ത് ഓൺ പ്രസ്ഡ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഒരു വോയിഡ് കോൾ ബാക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഒരു വോയിഡ് കോൾ ബാക്ക് നമ്മളിവിടെ കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കാം. അത് ആക്ച്വലി നമ്മുടെ ആ ഒരു സൈസിലുള്ള ഒരു കാര്യം വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിന് ആക്ച്വലി കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറും കാര്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം അല്ലേ. അതിനുശേഷം നമുക്ക് വരാം. അപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനൊന്ന് ചേഞ്ച് ചെയ്യാണ്. അതിനായിട്ട് നമ്മുടെ കളർ പ്രോപ്പർട്ടിയിൽ ഞാനൊരു കളർ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. 0xFF4C4F5E. ഓക്കെ, തൽക്കാലം ഈ ഒരു കളർ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഒന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു ഏകദേശം കളർ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഈ ഒരു കളറാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റോയിനെയും കൂടി നമുക്കൊന്ന് സെന്ററിലോട്ട് ആക്കാം. അതിനായിട്ട് നമ്മൾ മെയിൻ ആക്സിസ് അലൈൻമെന്റ് നമ്മൾ സെന്ററിലോട്ട് കൊടുക്കുന്നു. ശേഷം നമുക്കൊന്ന് റീഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു വിഡ്ജറ്റ് നമ്മുടെ സെന്ററിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ കൂടി സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമല്ലോ അല്ലെ. ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന് മുന്നേറ്റ് നമുക്ക് ഇതിനകത്ത് ഒരു ചൈൽഡ് പ്രോപ്പർട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ ഇതിനൊരു ചൈൽഡ് ക്രിയേറ്റ് ചെയ്യുവാണ്. ആ ഒരു ചൈൽഡ് എന്ന് പറയുന്നത് ഒരു ഐക്കൺ ആണ്. അപ്പോൾ ഞാനൊരു ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ഐക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്കൺസ് ഡോട്ട് ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഐക്കൺ ആണ് ആക്ച്വലി കൊടുക്കുന്നത്, ഒരു പ്ലസ് ബട്ടണ് വേണ്ടിയിട്ട്. സോ ഇനി ഞാനിതൊന്ന് ഹോട്ട് റീലോഡ് ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ ഐക്കൺ വന്നിട്ടുണ്ട്. ഈ ഒരു ഐക്കണിന്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റാം. സോ ഞാൻ കളർ പ്രോപ്പർട്ടിയിൽ കളേഴ്സ് വൈറ്റ് എന്ന് പറഞ്ഞൊരു കളർ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്കൊന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ഡിസൈനിലോട്ട് ഏകദേശം വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ രീതിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ രീതി തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു നമ്മുടെ ഈ എന്താ പറയുക, ഈ ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിനു ശേഷം ഒരെണ്ണം കൂടി ആഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമ്മുടെ പരിപാടിയും എളുപ്പത്തിൽ കഴിഞ്ഞു. നമ്മൾ 2 ബട്ടണും ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് ഒരു സൈസ്ഡ് ബോക്സും കൂടി ആഡ് ചെയ്യാം. ഒരു സൈസ്ഡ് ബോക്സ് ഈ 2 ബട്ടൺസിന്റെ ഇടയിൽ ആഡ് ചെയ്യാം. അതിനൊരു വിഡ്ത്ത് കൊടുക്കാം. ആ ഒരു വിഡ്ത്ത് ഒരു 10 പിക്സൽ വിഡ്ത്തും കൂടി കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു കോമ ഇട്ട് കൊടുക്കാനുണ്ട്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ഡിസൈനിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഏകദേശം ആ ഒരു ഡിസൈനിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫ്ലട്ടറിൽ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടന്റെ ക്ലാസ്സിനകത്ത് ഫ്ലട്ടർ ടീം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, യൂസ് അറ്റ് മോസ്റ്റ് സിംഗിൾ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ പെർ സ്ക്രീൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതായത് ആക്ച്വലി നമ്മൾ ഒരു ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ മാത്രമായിട്ട് നമ്മൾ ഒരു സ്ക്രീനിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. പാടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലട്ടർ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ മാത്രം അവരുടെ ഒരു സിംഗിൾ സ്ക്രീനിൽ യൂസ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അത് പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ അവരത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആ ഒരു കാര്യം റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ചെയ്യണമെന്ന് വിചാരിച്ചോ, ഇപ്പം ഈ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ അല്ലാണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഇപ്പൊ ഇതിന്റെ ഷാഡോ മാറ്റാനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കസ്റ്റമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഒരു തീം ഡാറ്റയുടെ ഉള്ളിൽ പോയിട്ട് ഒരു വിഡ്ജറ്റിനെ നമ്മൾ തീം ഡാറ്റയുടെ ഉള്ളിൽ, ഇപ്പോൾ സ്ലൈഡറിനെ നമ്മൾ സ്ലൈഡർ തീമിന്റെ ഉള്ളിൽ റാപ്പ് ചെയ്തിട്ട് അതിന്റെ കസ്റ്റമൈസേഷൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിലും ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ സിംഗിൾ പേജിലെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നല്ല, അവർ അതിനെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇനി ഒരു സ്ക്രാച്ചിൽ നിന്നും ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ തന്നെ ഒരു സ്വന്തം വിഡ്ജറ്റ്, നമ്മൾ സ്വന്തമായിട്ട് ഒരു വിഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ നമ്മൾ ഫ്ലോട്ടിംഗ് ബട്ടൺ, ഇപ്പൊ നമ്മളിപ്പോ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ആക്ച്വലി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മുടെ കമാൻഡ് മാക് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ കമാൻഡ് പ്ലസ് ഈ ഒരു മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോൾ പ്ലസ് ആ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മൗസ് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. അപ്പൊ അതിന്റെ ഒരു ബിൽഡ് മെത്തേഡ് ഇവിടെ നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടന്റെ ബിൽഡ് മെത്തേഡിന്റെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റോ മെറ്റീരിയൽ ബട്ടൺ എന്ന് കാണാൻ പറ്റും. അതായത് ഒരു റോ മെറ്റീരിയൽ ബട്ടൺ എന്ന വിഡ്ജറ്റ് വെച്ചിട്ടാണ് അതിനകത്ത് കുറെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റോ മെറ്റീരിയൽ ആ ഒരു ഐക്കണിന്റെ പിന്നെ ഡീറ്റെയിൽസ് നിങ്ങൾ ഒരു കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ് സെലക്ട് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ അതിന്റെ ബിൽഡ് മെത്തേഡിലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫ്ലട്ടറിലെ എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പല പല വിഡ്ജറ്റുകളെ കണക്ട് ചെയ്തിട്ടാണ് അല്ലെ. അപ്പോൾ ഏതൊരാൾക്കും ഇതിപ്പം ഫ്ലട്ടർ കോഡ്സ് എല്ലാം തന്നെ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഓപ്പൺ സോഴ്സ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വേണ്ട രീതിയിൽ പല വിഡ്ജറ്റുകളെയും കൂട്ടി നമുക്കും ഒരു വിഡ്ജറ്റ്, നമ്മളുടെ ഓൺ വിഡ്ജറ്റിനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബിക്കോസ് ഈ ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് റോ മെറ്റീരിയൽ ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഡ്ജറ്റ് കൊണ്ടാണ്. ആ റോ മെറ്റീരിയൽ ബട്ടൺ എന്നുള്ളത് പല പല പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ വിഡ്ജറ്റുകളെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഫ്ലോട്ടിംഗ് ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ പോലെയുള്ള ഒരു വിഡ്ജറ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എറേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മളൊരു വിഡ്ജറ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു
സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഒരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഞാൻ ആക്ച്വലി ഒരു പേര് കൊടുക്കാൻ പോകുന്നത് നമുക്കൊരു റൗണ്ട് ഐക്കൺ ബട്ടൺ എന്ന് പറഞ്ഞു കൊടുക്കാം. ബിക്കോസ് ഒരു റൗണ്ട് ഐക്കൺ ആണ്, ഓൾസോ അതിനകത്ത് ഒരു ഐക്കണും ഉണ്ട് അല്ലെ, ഒരു ബട്ടണും ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു സിമ്പിൾ എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാനതിന് റൗണ്ട് ഐക്കൺ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് നമ്മുടെ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിന്. ഇനി ഇതിനെ ഒരു നമ്മുടെ റിട്ടേണിൽ നമ്മൾ ആ ഒരു പ്ലേസ് ഹോൾഡറും ഒരു കോൺസ്റ്റന്റ് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ആക്ച്വലി ഒരു റിട്ടേൺ ടൈപ്പ് കൊടുക്കുന്നത് ഒരു റോ മെറ്റീരിയൽ ബട്ടൺ ആണ്. ഓക്കെ, ആ ഒരു റോ മെറ്റീരിയൽ ബട്ടണിൽ നിന്നുമാണ് നമ്മൾ ആ ഒരു നമ്മുടേതായ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതിലൊരു ഓൺ പ്രസ്ഡ് ഇത് ചോദിക്കുന്നുണ്ട്. സോ ഞാൻ ഇതിനകത്ത് ഒരു സിമ്പിൾ ഒരു വോയിഡ് കോൾ ബാക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഒരു സിമ്പിൾ വോയിഡ് കോൾ ബാക്ക് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്ത് ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ചേഞ്ചസും കാര്യങ്ങളും ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു എലവേഷൻ കൊടുക്കാം. ഒരു എലവേഷൻ ഞാൻ കൊടുക്കുവാണ്. എലവേഷൻ നമുക്കൊരു 6% എലവേഷൻ കൊടുക്കാം. അതായത് ആ ഒരു നമ്മുടെ ആ ഒരു ബട്ടന്റെ അടിയിലുള്ള ഒരു ഷാഡോ ഉണ്ടല്ലോ, ആ ഒരു ഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോ നമ്മുടെ ആ ഒരു ബട്ടൺ ആഡ് ചെയ്തത് എവിടെയായിരുന്നു? ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ. അപ്പൊ രണ്ടാമത്തെ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാണ്. അതിന് പകരമായിട്ട് നമ്മുടെ റൗണ്ട് ഐക്കൺ ബട്ടൺ ഞാനിവിടെ യൂസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ റൗണ്ട് ഐക്കൺ ബട്ടൺ നമ്മളിവിടെ യൂസ് ചെയ്യാണ്. അപ്പോൾ ഇതൊന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആക്ച്വലി പ്രോപ്പർട്ടീസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ബിക്കോസ് നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിന് നമുക്കൊരു എലിവേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു ഷേപ്പാണ്. അപ്പോൾ ഒരു ഷേപ്പ് നമ്മൾ കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ ബോർഡർ ഷേപ്പാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. സർക്കിൾ ബോർഡർ ഷേപ്പിന്റെ ഉള്ളിൽ ഒന്ന് റീഫോർമാറ്റ് ചെയ്യാം. അതിനുശേഷം ചെയ്യാം. ഓൾസോ നമുക്ക് ഇതിനൊരു കളറും കൂടി കൊടുക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള ചേഞ്ചസും കാര്യങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ. ഫിൽ കളർ എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നമ്മളിപ്പോ ഡിഗ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ആ ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ. അതിന്റെ ഉള്ളിലുള്ള പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടന്റെ തീം ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുന്നതാണ്. അല്ല ഇപ്പൊ നമ്മളിപ്പോ ചെയ്തു പോയതുപോലെ തന്നെ ആ ഒരു കൺട്രോളർ കമാൻഡ് ഞെക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ ഫിൽ കളറായിട്ട് ഞാനൊരു കളർ കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആ ഒരു കളർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത അതേ സെയിം കളർ തന്നെ, ആ ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം കളർ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. 0xFF4Z4F5E എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കളർ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇനി ഒന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ ആ ഒരു ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു എലിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇതിന്റെ സൈസ് ആക്ച്വലി ചെറുതാണല്ലേ. അപ്പോൾ ഇതിനകത്ത് കൺസ്ട്രെയിൻ പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കൺസ്ട്രെയിൻ പ്രോപ്പർട്ടീസിന്റെ അടുത്ത് ബോക്സ് കൺസ്ട്രെയിൻസ് ഡോട്ട് ടൈപ്പ് 4 ആക്ച്വലി നമ്മളിത് ഹോട്ട് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടന്റെ അതേ സൈസിലോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ഇൻഫർമേഷൻ ആക്ച്വലി നമുക്ക് കിട്ടിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺസിന്റെ ഹൈറ്റും വിഡ്ത്തും എല്ലാം സ്പെസിഫൈ ചെയ്തിരുന്നത് ഈ ഒരു കൺസ്ട്രെയിൻസിന്റെ ഉള്ളിലാണ്, ഒരു കോൺസ്റ്റൻസിന്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു നമ്മുടെ ആ ഒരു ഇപ്പോൾ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈവൻ നിങ്ങൾ നോക്കാൻ പോകുന്നത് ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ അല്ലെങ്കിൽ മറ്റേത് വിഡ്ജറ്റും ആയിക്കോട്ടെ, ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ഡിഗ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. ഇപ്പം ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബിൽഡ് മെത്തേഡിൽ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടുണ്ടാവും, കോൺസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടാവും, ഓരോന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പോൾ ഹോവർ കളർ എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങൾ ആക്ച്വലി അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യങ്ങളെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റേഷനിലും അതേപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനപ്പെട്ട ആ ഒരു നമ്മളൊരു ഏതൊരു ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഫ്ലട്ടർ ആയിക്കോട്ടെ, വെബ് ആയിക്കോട്ടെ, ഇനി ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡോക്യുമെന്റേഷൻ നോക്കുക. ഓക്കെ, ഡോക്യുമെന്റേഷൻ നോക്കുക. അതേപോലെ തന്നെ ഗൂഗിളിന്റെ സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിൽ കണ്ടുപിടിക്കുക എന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് മാറ്റണം, നിങ്ങൾക്ക് വേറൊരു ഷേപ്പ് ആക്ച്വലി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും പോസിബിൾ ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ സർക്കിൾ ബോർഡർ ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഷേപ്പിന് പകരം നമ്മൾ റൗണ്ടഡ് റെക്ടാങ്കുലർ ബോർഡർ ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനുള്ളിൽ നമ്മളൊരു ബോർഡർ റേഡിയസ്
ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ എന്ന് പറഞ്ഞ് കൊടുക്കാം. ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അതിനിപ്പോൾ ഒരു വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ 15 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ഹോട്ട് റീലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷേപ്പായിട്ട് മാറിയിട്ടുണ്ട്. ഒരു റൗണ്ടഡ് സ്ക്വയർ ഷേപ്പിലോട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ടും ഇത് ആക്ച്വലി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ എനിക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സർക്കുലർ ബോർഡർ തന്നെയാണ്. അപ്പോൾ ഞാൻ അത് തന്നെയാക്കി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബട്ടണാണ് ഇനി അവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഞാൻ ഈ ഒരു റൗണ്ടഡ് ബട്ടൺ എന്നുള്ളത് കോപ്പി ചെയ്യാണ്. ഇനി നമ്മുടെ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ പകരമായിട്ട് നമ്മൾ ഇതിവിടെ യൂസ് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പോൾ ഈ ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യട്ടെ. ഈ ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. അതിന് പകരമായിട്ട് നമ്മുടെ റൗണ്ടഡ് ബട്ടൺ ഞാനിവിടെ യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ റൗണ്ടഡ് ബട്ടൺ 2 ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ റൗണ്ടഡ് ബട്ടൺ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ആക്ച്വലി നമുക്ക് ഇതിനകത്ത് ചൈൽഡ് ആയിട്ടൊരു കാര്യം ആഡ് ചെയ്യാനായിട്ടുണ്ടല്ലോ. ഇപ്പം നമുക്ക് ഇതിനകത്ത് ചൈൽഡോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് നമുക്കിതിനകത്ത് ചൈൽഡായിട്ട് ഒരു ഐക്കൺ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഐക്കണെ നമുക്ക് കൊടുക്കണം. അപ്പോൾ ഐക്കൺ കൊടുക്കാനായിട്ട് നമുക്ക് ഇതിനകത്തൊരു ഇൻപുട്ട് കൊടുക്കുന്ന രീതിയിൽ നമുക്കൊരു കൺസ്ട്രക്ടറെ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഇൻപുട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു ഫൈനൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് നമ്മൾ ആക്ച്വലി ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നത് വിഡ്ജറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് നമ്മളിവിടെ കൊടുക്കുകയാണ് കേട്ടോ. ഒരു വിഡ്ജറ്റ് ഡാറ്റ ടൈപ്പ് നമ്മളിവിടെ കൊടുക്കുവാണ്. ഇനി നമുക്ക് അതിനകത്തൊരു നെയിം കൊടുക്കാം. ഞാനിപ്പോൾ ഐക്കൺ എന്ന് പറഞ്ഞിട്ടൊരു നെയിമാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ എറർ കാണിക്കുന്നുണ്ട്. ബിക്കോസ് നമ്മളത് ഇനീഷ്യലൈസ് ചെയ്യണം. നമുക്കൊരു കൺസ്ട്രക്ടർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ക്ലാസ് നെയിം ഇവിടെ കൊടുക്കുക. ഇപ്പോൾ ഇവിടുത്തെ ക്ലാസ് നെയിം റൗണ്ട് ഐക്കൺ ബട്ടൺ ആണ്. ആദ്യം തന്നെ ഒരു ക്ലാസ് നെയിം നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മളൊരു കൺസ്ട്രക്ടറെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് 2 ബ്രേസസ് കൊടുക്കുന്നു. അതിനുശേഷം 2 കേളി ബ്രേസസ് നമ്മൾ കൊടുക്കുന്നു. ഇനി ഇതിനകത്ത് നമ്മൾ ദിസ് ഡോട്ട് ഐക്കൺ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു റിക്വയർഡ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിക്വയർഡ് എന്നൊരു കീവേഡും കൂടി ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമുക്കൊരു സെമിക്കോളൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു എറർ കാണിക്കുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു കൺസ്ട്രക്ടറെ നമുക്ക് തൽക്കാലം ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഒരു കൺസ്ട്രക്ടർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വിഡ്ജറ്റ് എന്ന് പറയുമ്പം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു വിഡ്ജറ്റ് ഡാറ്റ ടൈപ്പ് ആണ്. സോ ഞാനിവിടെ സ്മോൾ ലെറ്റർ ആണ് യൂസ് ചെയ്തത്. സോ വിഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപിറ്റൽ ലെറ്റർ ആണ് തുടങ്ങുന്നത്. സോ വിഡ്ജറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിനെ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ്സ് വൈ. സോ വിഡ്ജറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഐക്കൺ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഐക്കണെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടും കൂടി ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഒരു ചൈൽഡ് പ്രോപ്പർട്ടി കൊടുക്കാം. ആ ഒരു ചൈൽഡായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഐക്കൺ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഐക്കൺ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. നമുക്ക് ഇനി ഇതിനകത്ത് ഒരു ഐക്കണെ സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ഐക്കൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഐക്കൺ ഏതാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിപ്പോൾ ആക്ച്വലി നമുക്കറിയാം ഐക്കൺ ഇപ്പോൾ ഒരു വിഡ്ജറ്റ് ഡാറ്റ ടൈപ്പാണ്. ഐക്കൺ എന്ന് പറഞ്ഞ ഒരു വിഡ്ജറ്റ് ആണ്. സോ ഒരു വിഡ്ജറ്റ് ഡാറ്റ ടൈപ്പിലാണ് വരുന്നത്. പക്ഷേ ഐക്കൺ കേസ് വരുമ്പോഴത്തേക്കും ഐക്കണിൽ കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഐക്കൺ ഡാറ്റ എന്ന് പറഞ്ഞൊരു ഡാറ്റ ടൈപ്പ് ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മൾ ഓൾറെഡി പ്രീവിയസ്ലി നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഡ്ജറ്റിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നത് ഐക്കൺ ഡാറ്റയാണ്. ഓക്കെ, നിങ്ങൾക്ക് മറ്റേത് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ നമ്മളത് കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്യാനായിട്ട് ഐക്കൺ ഡാറ്റ ടൈപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓൾസോ നമ്മുടെ ചൈൽഡിൽ നമ്മളൊരു ഐക്കൺ കൊടുക്കുന്നു. ഓക്കെ, ഐക്കണിൻ്റെ ഉള്ളിൽ നമ്മളതിനെ കൊടുക്കുന്നു. അതായത് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ഐക്കൺ ഡാറ്റ മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. നമ്മൾ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഐക്കൺ എന്ന് പറഞ്ഞ വിഡ്ജറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് ആ ഐക്കൺ ഡാറ്റ മാത്രം ഇവിടോട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ ഇനി ഐക്കൺ മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. സോ ഞാൻ ഇനി ഇതിനുള്ളിലോട്ടൊരു ഐക്കണെ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. സോ ഐക്കൺ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇനി ഏത് ഐക്കണാണോ വേണ്ടത് അത് കൊടുക്കുക. അപ്പോൾ സോ ഞാനിവിടെ കൊടുക്കാനായിട്ട് പോകുന്നത് ഫോണ്ട് ഓസം ഐക്കൺ ഡോട്ട് ഒരു മൈനസ് ഐക്കണാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. ഡോട്ട് ഒരു മൈനസ് ഐക്കണാണ് ഞാനിവിടെ കൊടുക്കാനായിട്ട് പോകുന്നത്. സോ മൈനസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ റൗണ്ടഡ് ഐക്കണിൻ്റെ ഉള്ളിൽ ഞാൻ അടുത്ത ഒരു ഐക്കണും കൂടി സ്പെസിഫൈ ചെയ്യുന്നു. ഇതിൽ ഞാൻ ഫോണ്ട് ഓസം ഐക്കൺ ഡോട്ട് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കണാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇനി നമുക്കൊന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 2 ഐക്കണും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്ലസും മൈനസും ഞെക്കുന്നുണ്ട്. ഇതിനകത്ത് വേറെ അപ്ഡേറ്റ്സ് ഒന്നും വരുന്നില്ല. നമ്മുടെ ആ ഒരു വാല്യൂവും കാര്യങ്ങളൊന്നും ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിനകത്തൊരു ഓൺ പ്രസ് എന്ന് പറഞ്ഞുള്ള ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ആക്ഷൻ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതും കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഓൺ പ്രസ്ഡ് കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇവിടേക്ക് സ്പെസിഫൈ ചെയ്യാം. നമുക്ക് ഓൾറെഡി എങ്ങനെയാണ് ഫംഗ്ഷനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് സ്പെസിഫൈ ചെയ്യാന്നുള്ളൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഐക്കൺ ഡാറ്റ കൊടുത്ത പോലെ തന്നെ ഒരു ഫംഗ്ഷനെയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ ഞാനിതിനെ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു ഫംഗ്ഷനെ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാനായിട്ട് നമ്മളിവിടെ ഫൈനൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ,
ഇനി ഇതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്നത് ഡാറ്റ ടൈപ്പായിട്ട് കൊടുക്കുന്നത് വോയിഡ് കോൾ ബാക്ക് ആണ്. ബിക്കോസ് നമുക്കൊരു വോയിഡ് ഡാറ്റ ടൈപ്പാണ് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. സോ നമ്മൾ വോയിഡ് കോൾ ബാക്ക് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കുന്നു. സോ ഞാനിപ്പോൾ ഇവിടെ ഓൺ പ്രസ് നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓൺ പ്രസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ എന്ത് നെയിം വേണേലും കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഓൺ പ്രസിഡിനുള്ളിൽ നമുക്ക് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു വോയിഡ് അല്ലെങ്കിൽ സോറി ഓൺ പ്രസിഡ് എന്ന് പറഞ്ഞുള്ള ഒരു നെയിം കൊടുക്കാം. സോ ഇതിപ്പോൾ രണ്ടും ഈക്വൽ എന്നാണ്, ലൈക്ക് രണ്ട് സൈഡിലും സെയിം നെയിം വന്നിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇവിടെ വേറെ നെയിം ആണെങ്കിൽ വേറെ നെയിം കൊടുക്കാം. സോ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു ഫംഗ്ഷനെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ഓൾസോ നമ്മുടെ ഈ ഒരു ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യാം, നമ്മുടെ കൺസ്ട്രക്ടറിലോട്ടും ഇതൊന്ന് ആഡ് ചെയ്യാം. സോ ദിസ് ഡോട്ട് ഓൺ പ്രസ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിന് നമ്മൾ കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് ബട്ടൺസിലോട്ടും ഇൻപുട്ട് ആഡ് ചെയ്യാം. സോ ഇൻപുട്ട് ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഓൺ പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഞാൻ ആക്ച്വലി ആഡ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു വോയിഡ് കോൾ ബാക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഒരു വോയിഡ് കോൾ ബാക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി സ്റ്റേറ്റ് മാറാനുണ്ട്, നമ്മുടെ ആ ഒരു നമ്പേഴ്സ് മാറാനുണ്ട്, വെയിറ്റ് മാറാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാക്കാം. അതിനുശേഷം നമുക്ക് കോഡ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേറ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലും കൂടി ഈ ഒരു കാര്യം ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓൺ പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഒരു വോയിഡ് കോൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ഒരു കേളി ബ്രേസസിനുള്ളിൽ നമുക്കൊരു സെറ്റ് സ്റ്റേറ്റും കൂടി കൊടുക്കാം. ഓക്കെ, സെറ്റ് സ്റ്റേറ്റിനുള്ളിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിനകത്ത് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ല നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വേരിയബിളിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ മതി. അതായത് ആ ഒരു പ്ലസ് ബട്ടൺ ഞെക്കുമ്പോഴോ അല്ലെങ്കിൽ മൈനസ് ബട്ടൺ ഞെക്കുമ്പോഴോ ആ ഒരു വേരിയബിളിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സെറ്റ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. അപ്പോൾ നിങ്ങൾക്കറിയാം, അതായത് ഒരു വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം മൈനസ് കൊടുക്കാനാണെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള മെത്തേഡ് ആ ഒരു വേരിയബിളിനെ നമ്മൾ കോൾ ചെയ്യുക. അതിന് ശേഷം നമുക്ക് മൈനസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വേരിയബിൾ അപ്ഡേറ്റ് ആവുന്നതാണ്. ഇനിയല്ല ഡിഫോൾട്ട് ആയിട്ടുള്ള വേറെ വല്ല വാല്യൂസ് വെച്ചാൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു വെയിറ്റ് -1 എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാലും ആ ഒരു കാര്യം ഓക്കെ ആവുന്നതാണ്. സോ നമുക്ക് ഷോർട്ടസ്റ്റ് മെത്തേഡ് അടിക്കാം. മൈനസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇനി രണ്ടാമത്തേതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് പ്ലസ് എന്നും പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ഇനിയല്ല നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് +++1 എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാലും ഇത് ഈക്വൽ ആണ്, സെയിം ആണ്. സോ നമ്മൾ ഈസി ആയിട്ടുള്ള ഷോർട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നു. വെയിറ്റ് ++ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇനി നമ്മുടെ ആ ഒരു ബട്ടൺ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, പ്രോപ്പറായിട്ട് തന്നെ നമ്മുടെ വാല്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് മാറുന്നുണ്ട് അല്ലേ. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആ ഒരു ഡിസൈനിലോട്ട് നമുക്ക് കിടക്കാം. അടുത്ത ഡിസൈനിങ് ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഇനി ആക്ച്വലി ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മുടെ അടുത്ത എക്സ്പാൻഡഡ് വിഡ്ജറ്റിൽ നമ്മൾ റീഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കത് കോപ്പി പേസ്റ്റ് അടിക്കാം, ബിക്കോസ് ഫസ്റ്റ് തൊട്ട് വീണ്ടും ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇനിയല്ല നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ടൈപ്പ് ചെയ്ത് ഒരിക്കലും നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടില്ല, വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫസ്റ്റ് തൊട്ട് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നമ്മുടെ ആ ഒരു കാർഡ് ചൈൽഡിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, കാർഡ് ചൈൽഡിനെ നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു കംപ്ലീറ്റ് കോളം മൊത്തം കോപ്പിയാണ് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊന്നും കോപ്പി ചെയ്യുക, അതിനകത്തേക്ക് ആഡ് ചെയ്യുക, ചേഞ്ചസ് വരുത്തുക. ഇഫ് നിങ്ങൾ പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ബിക്കോസ് നിങ്ങളിത് ക്രിയേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഇപ്പോൾ നമ്മൾക്ക് ടൈം ഒരുപാടധികം ലെങ്ത് ആണ് വീഡിയോസിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് വീണ്ടും തന്നെ ചെയ്ത് പഠിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങളിത് പഠിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാർഡ് സൈഡിലോട്ട് ഇതിവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഡാറ്റാസ് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. ആ ഒരു ചേഞ്ചസും കാര്യങ്ങളും നമ്മളോട് എടുത്താണ്. നമ്മുടെ ഒറിജിനൽ ഡിസൈൻ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഇവിടെ ആക്ച്വലി ഏജ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിനെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു വേരിയബിളിനെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു ഡാറ്റ ടൈപ്പാണ്. ഏജ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഈക്വൽ ടു കൊടുക്കുന്നു. ഇനീഷ്യൽ ഏജ് ആയിട്ട് ഞാനൊരു 15 വയസ്സ് കൊടുക്കുകയാണ്. ഓക്കെ, അതൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ദാറ്റ്സ് നോട്ട് എ മാറ്റർ അറ്റ് ഓൾ. അപ്പോൾ ഏജ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇപ്പം ഇങ്ങനെ ഒരു കോപ്പി പേസ്റ്റ് അടിച്ചാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കൺഫ്യൂസിങ് ആയിരിക്കും. എവിടെയാണ് ആ ഒരു വാല്യൂ കൊടുത്തത്, എവിടെയാണ് ഇത് കൊടുത്തത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വെയിറ്റിന് പകരമായിട്ട് നമുക്ക് ഏജ് എന്ന് മാറ്റാം. സോ ഞാനിവിടെ ഏജ് എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ സെയിം ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് കൊടുക്കാനുള്ളൊരു കാരണം. അപ്പോൾ നമ്മൾ ഏജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി വെയിറ്റിന് പകരം ഏജ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു.
വെയിറ്റിന് പകരം നമ്മൾ ഏജ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഏജിനെ നമ്മൾ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഇൻറ്റിജർ വാല്യൂ ആയിരുന്നു, അതിനെ നമ്മൾ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യം ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അപ്ഡേഷൻ നടത്തേണ്ടത് ഏജിനെയാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. ഓൾസോ നമ്മളിവിടെ വെയിറ്റിനെയാണ് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കൂടേണ്ടത്. സോ നമ്മളിവിടെ ഏജ് എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് തന്നെ ഈ ഒരു കാര്യം വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഏജിനെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു ഡിസൈനും കാര്യങ്ങളും ഇത്രയും ചെയ്തത്. നമുക്ക് ഇവിടുന്ന് മെയിൽ കാർഡും ഫീമെയിൽ കാർഡും സെലക്ട് ചെയ്യാം. നമുക്ക് ആ ഒരു ഹൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാം. പ്ലസ് ആൻഡ് മൈനസ് ബട്ടൺസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസൈനിങ്ങിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് കൂടി കൊടുക്കാനായിട്ടുണ്ട് നമ്മുടെ ഏറ്റവും അവസാനത്തെ ആ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ചൈൽഡിനെ ആഡ് ചെയ്യാം. ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് ആയിട്ട് നമുക്കതിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനെ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് നമ്മൾ ആഡ് ചെയ്യാണ്. സോ നമ്മളിതിന് കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് കൊടുക്കുവാണ്. ഇനി ഇതിനകത്ത് കുറച്ച് സ്റ്റൈൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളും കൊടുക്കാനായിട്ടുണ്ട്. ഒരു സ്റ്റൈൽ പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കാം. ആ ഒരു സ്റ്റൈൽ പ്രോപ്പർട്ടി നമുക്ക് എന്താണെങ്കിൽ കോൺസ്റ്റൻറ്റിലോട്ട് സേവ് ചെയ്ത് വയ്ക്കാം. അത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ നമ്മൾ കോൺസ്റ്റൻറ്റ് പറഞ്ഞൊരു കീവേഡ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ബോട്ടം കണ്ടെയ്നർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടെയ്നർ ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കൊടുക്കാം. ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നെയിം കൊടുക്കാം. കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, ബോട്ടം കണ്ടെയ്നർ ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്കൊരു ടെക്സ്റ്റ് സ്റ്റൈൽ കൊടുക്കാം. അതിനകത്ത് വേണ്ട ടെക്സ്റ്റ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മെൻഷൻ ചെയ്യാം. സോ ഞാനിവിടെ ഒരു ഫോണ്ട് സൈസ് ഒരു 20 ഫോണ്ട് സൈസ് ഞാനിവിടെ കൊടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഫോണ്ട് വെയിറ്റ് എന്നുള്ളത് ബോൾഡ് ആക്കാണ്. ഓക്കെ, അപ്പം ഇത് രണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്താണെങ്കിലും ഇതൊന്ന് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ഇൻപുട്ട് പേജിനകത്തേക്ക് ഈ ഒരു ടെക്സ്റ്റ് സ്റ്റൈൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഒരു നെയിം ബോട്ടം കണ്ടെയ്നർ ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റൈൽ പ്രോപ്പർട്ടി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഹോട്ട് റീലോഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഒരു കാര്യം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് സെൻറ്ററിലോട്ടാകാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്കൊന്ന് സെൻറ്ററിലോട്ടാക്കാം. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിനെ നമുക്കൊരു സെൻറ്റർ വിഡ്ജറ്റിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് റാപ്പ് ചെയ്യാം. സോ ഞാൻ സെൻറ്റർ എന്ന് പറഞ്ഞ വിഡ്ജറ്റ് കൊടുക്കുവാണ്. അപ്പോൾ ഇത് സെൻറ്ററിലോട്ട് റാപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഇതുമായിട്ട് ഏകദേശം ചെറുതായിട്ട് മുട്ടി പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് അടിയിൽ കുറച്ച് പാഡിങ് കൊടുക്കാം. സോ നമ്മുടെ ആ ഒരു കണ്ടെയ്നറുടെ ബോട്ടത്തിൽ നമുക്ക് കുറച്ച് പാഡിങ് കൊടുക്കാം. സോ ഞാനിവിടെ പാഡിങ് പ്രോപ്പർട്ടി കൊടുക്കുവാണ്. സോ ഇവിടെ എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് ഓൺലി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി നിങ്ങൾ കൊടുക്കുക. അവിടെ നിങ്ങൾ ജസ്റ്റ് ബോട്ടം മാത്രം കൊടുക്കുക. സോ ഇതിന് ഞാനൊരു പാഡിങ് ഒരു 15 പാഡിങ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അത്രയും മാത്രം മതി എന്ന് തോന്നുന്നു. ഓക്കെ, 15 വേണമെന്നില്ല, ഒരു 12 പാഡിങ് കൊടുത്താലും മതി. ഓക്കെ, അല്ലെങ്കിൽ ഒരു 10 പാഡിങ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാഡിങ്ങും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈമറി സ്ക്രീൻ, നമ്മുടെ മെയിൻ സ്ക്രീനിൻ്റെ ഡിസൈനിങ് പാർട്ട് കംപ്ലീറ്റ്ലി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ആ ഒരു സ്ക്രീൻ ഡിസൈൻ ചെയ്യാം. ആ ഒരു രണ്ടാമത്തെ സ്ക്രീൻ ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്ക്രീനിലോട്ട് പോകുന്ന ആ ഒരു കാര്യമൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ അതുവരേക്കും ബൈ.